എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ യാത്ര പോയ ശങ്കരനാരായണൻ തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്നപാടെ ശ്രീകാന്തിനെയാണ് ശങ്കരൻ തിരക്കുന്നത്. അതിനായി ദീപ്തിയെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് ശ്രീകാന്തിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. ഇപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പത്മവും മുത്തശ്ശിയും എല്ലാം ശങ്കരനാരായണൻ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് അതിനെ കാര്യം തിരക്കുന്നു. എന്തുപറ്റി, എന്താണ് ഉണ്ടായതെന്ന് അവർ രണ്ടുപേരും ചോദിക്കുന്നു. മറുപടിയായി ശങ്കരൻ, എനിക്കും അത് തന്നെയാണ് അറിയേണ്ടത്. എന്തായാലും ഞാൻ ശ്രീകാന്തിനോട് നേരിട്ട് ചോദിച്ചറിയാം. ശ്രീകാന്ത് അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നു. ശ്രീകാന്ത് അടുത്തെത്തിയ പാടെ തന്നെ ശങ്കരൻ ഉച്ചത്തിൽ ചോദിക്കുന്നു, ഞാൻ നാട്ടിലില്ലാത്ത തക്കം നോക്കി എന്തും ചെയ്യാമെന്ന് നീ വിചാരിച്ചോ? ശങ്കരൻ തുടരുകയാണ്, ഒരിക്കൽ വേദി ഒഴിവാക്കാനായി വിക്രമിന് പണം കൊടുത്ത് അവളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയതാണിവൻ. പിന്നീട് ഒരിക്കൽ ഇവൻ വിക്രമിനെ കൊല്ലാൻ നോക്കിയെന്ന് പോലും വേദ എൻ്റെ മുഖത്ത് നോക്കി ഇവിടെ വന്ന് പറഞ്ഞതാണ്. അപ്പോഴെല്ലാം വെറും പച്ചക്കള്ളം പറഞ്ഞ് ഇവൻ എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയായിരുന്നു. ഇത്രയുമായിട്ടും ഇവനൊന്നും തന്നെ അവസാനിപ്പിക്കാറായിട്ടില്ല. അതിനുശേഷം ശങ്കരനാരായണൻ ചോദിക്കുകയാണ്, സത്യം പറഞ്ഞോണം, ആര് പറഞ്ഞിട്ടാണ് ആ 10 ലക്ഷം രൂപയുടെ കേസ് നീ കൊടുത്തത്? അത് പറയാൻ മടിക്കുകയാണ് ശ്രീകാന്ത്. മറുപടിയായി ശ്രീകാന്ത്, അത് ശരിക്കും 10 ലക്ഷം രൂപ കളവ് പോയത് തന്നെയാണ്. എങ്കിൽ പിന്നെ നീ എന്തുകൊണ്ട് ആ കേസ് പിൻവലിച്ചു എന്ന് ശങ്കരൻ എടുത്ത് ചോദിക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് മറ്റൊരു കള്ളമാണ് പറയുന്നത്. അത് വിക്രം ഇവിടെ കയറി വന്ന് എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഓ, വിക്രമിൻ്റെ ഭീഷണിയിൽ ഭയന്നാണോ നീ അത് ചെയ്തത്? നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണോ എന്ന് ശങ്കരൻ ചോദിക്കുന്നു. നീ ആദ്യം പറഞ്ഞതുപോലെ വിക്രമിൻ്റെ ചേട്ടൻ ശരിക്കും പണം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വിക്രം ഇവിടെ ഒന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ നീ തിരിച്ച് വിക്രമനെതിരെയല്ലായിരുന്നോ കേസ് കൊടുക്കേണ്ടിയിരുന്നത്? എന്നിട്ട് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? അതിനർത്ഥം നീ കൊടുത്തത് കള്ളക്കേസാണെന്നല്ലേ? ഇത്രയും പറഞ്ഞ ശേഷം ശങ്കരൻ അവിടെ നിന്ന് എല്ലാവരോടുമായി പറയുകയാണ്, ഇപ്പോൾ പുറത്തുള്ള സംസാരം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? ജഡ്ജി ശങ്കരനാരായണൻ സ്വന്തം മകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഭർത്താവിൻ്റെ ചേട്ടനെ ജയിലിലടയ്ക്കാൻ നോക്കിയെന്ന്. അതിനുവേണ്ടി സ്വന്തം മകനെ ചട്ടം കെട്ടിയിരിക്കുകയാണെന്ന് കാര്യം മനസ്സിലാക്കിയ കോടതി മാപ്പ് പറയിച്ച് വിട്ടയച്ചു എന്നും ശങ്കരൻ തുടരുകയാണ്. ഞാൻ എൻ്റെ മകളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായേക്കാം, പക്ഷേ അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി അന്നേരം തന്നെ അതെല്ലാം തന്നെ അവസാനിച്ചു. അവളെ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇമാതിരി ക്രൈം ചെയ്യുന്ന ഒരുത്തിനൊന്നുമല്ല ഞാൻ. അങ്ങനെയുള്ളവരാണ് എൻ്റെ മക്കളെന്നും നാട്ടുകാരൊക്കെ പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇതിന് മറുപടി ശ്രീകാന്ത്, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ. ഇത് കേട്ടപാട് ശങ്കരനാരായണൻ, നീ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് പിന്നിലെ നിന്റെ ലക്ഷ്യം എൻ്റെ സ്വത്തുക്കളാണെങ്കിൽ അത് എത്ര വെച്ച് ആർക്ക് എത്ര കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. നിയമത്തിൻ്റെ വഴി വിട്ട് ഒരിക്കലും ശങ്കരനാരായണൻ ജീവിച്ചിട്ടില്ല. ഒരിക്കൽ മാത്രമേ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ളൂ. അത് അവളുടെ കഴുത്തിൽ അന്നവൻ താലി കിട്ടിയ ദിവസമാണ്. അന്നങ്ങനെ മനസ്സിൽ തോന്നിയ തെറ്റിന് എത്ര അമ്പലങ്ങളിൽ കയറിയാണ് ഞാനും പത്മവും പ്രാർത്ഥിച്ചിട്ടുള്ളതെന്ന് നിനക്കറിയുമോ? ഇവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതോടെ അവളെ അവളുടെ വഴിക്ക് വിട്ടതാണ് ഞാൻ. അവളെ തിരിച്ചെത്തിക്കാനായി ഇനി ആരും ഒന്നും ചെയ്യണമെന്നില്ല. മരിക്കുന്നത് വരെയെങ്കിലും നീതിയുടെ വഴിക്കാണ് ജീവിച്ചത് എന്നെ കേൾപ്പിക്കാനായിട്ട് എൻ്റെ മക്കൾക്ക് ദയവുണ്ടാവണം. അതല്ല നിന്റെ തീരുമാനമെങ്കിൽ അവൾ ഇറങ്ങിപ്പോയ അതേ വഴിയിലേക്ക് മകനെയും അവൻ്റെ കുടുംബത്തെ ഇറക്കിവിടാനായിട്ട് എനിക്കൊരു മടിയുമില്ല. മുത്തശ്ശിയും അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്ന ശ്രീകാന്തിനോടെ സംസാരിക്കുന്നുണ്ട്. ശങ്കരൻ പറഞ്ഞത് നീ കേട്ടല്ലോ, ഇനി മേലാൽ ഇവളുടെ അച്ഛനുമായി ചേർന്ന് ഒന്നിനും ഇറങ്ങി പുറപ്പെടല്ലെന്നാണ് നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. വർഷ, ഇവനെ പറഞ്ഞു തിരുത്താൻ വേണം നീ നോക്കാൻ, അല്ലാതെ ഇങ്ങനെ എരികേറ്റാനായിട്ടല്ല. അന്നേ ദിവസം രാത്രിയിൽ വേദ വിക്രമിൻ്റെ മുറിയിലേക്ക് വരികയാണ്. കട്ടിലുകൾ ഓൾറെഡി വേദ വിരിച്ചു വെച്ചിട്ട് പോയതായിരുന്നു. വീണ്ടും അതെല്ലാം തട്ടിക്കുടഞ്ഞ് വിരിക്കുകയാണ് വിക്രം. ഇതെന്തിനാണ് ഇങ്ങനെ വീണ്ടും ചെയ്യുന്നതെന്ന് വേദ ചോദിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഏതു നേരവും ഇവിടെ തന്നെ നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? വേദ അതിനുശേഷം ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, ഇനി എൻ്റെ വിധി കൂടി എപ്പോഴും ഇവിടെ തന്നെ ഇരിക്കാനാകും. മറുപടിയായി വിക്രം, അതിന് ഞാൻ നിന്നോട് ഇവിടെ കിടക്കാനായിട്ട് ആവശ്യപ്പെട്ടില്ലല്ലോ. തിരിച്ച് വേദ, നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോയില്ലേ? പ്രതികരിക്കുന്ന വിക്രം, എന്താ നീ പറഞ്ഞത്? വേദ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. അല്ല, ഞാനൊരു കാര്യം അറിയാമല്ലഞ്ഞിട്ട് ചോദിക്കുകയാണ്. വിശ്വേട്ടനെ ഇറക്കേണ്ട സമയം വരെയും എന്നോട് ഭയങ്കര സൗഹാർദ്ദത്തിലാണല്ലോ, ഇപ്പോൾ വീണ്ടും വെട്ടുപോത്തായ വിക്രമ? മറുപടിയായി വിക്രം, അതൊരു കാര്യം വന്നപ്പോൾ ഒരുമിച്ച് നിന്നേ ഉള്ളൂ. അതിനർത്ഥം നിന്നെ ഇഷ്ടമാണെന്നല്ല. ഉറപ്പാണോ എന്ന് ഇത് കേട്ടപാടെ വേദ എടുത്ത് ചോദിക്കുന്നു. സംസാരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ് വിക്രം. എനിക്കൊന്ന് ഉറങ്ങണം, ഇവിടെ നിന്ന് പോകാനായിട്ട് വേദയോട് പറയുന്നു. പക്ഷേ ഇപ്പോൾ വേദ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. കുറച്ചു നേരമായി എന്നെ കൊഴുകിക്കൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ്. ഇന്നിതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ തന്നെ പറ്റില്ല. കേട്ടപാടെ വിക്രം ചോദിക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. വേദ ഇങ്ങനെ ചോദിക്കുന്നു, എന്നോട് ശരിക്കും ഇഷ്ടം തോന്നി തുടങ്ങിയത് എപ്പോഴാണ് വിക്രോ? അതായത് നമ്മൾ തമ്മിലുള്ള ജീവിതത്തിൽ ഏത് മൊമെന്റിലാണ് അങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത്? ഇത് കേട്ടപാടെ വിക്രം തട്ടിക്കയറുകയാണ്. ഞാൻ നിന്നോട് എപ്പോഴാണല്ലെങ്കിലും ഇഷ്ടം കാണിച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ അങ്ങനെ നിന്നോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ദേഷ്യം അഭിനയിച്ച് വിക്രം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇല്ലെന്ന് വേദ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് മടിച്ച് വിക്രം പറയുന്നു. ഇത് കേൾക്കുന്ന വേദ, ആ പറച്ചിലിൽ ഒരു ഉറപ്പില്ലല്ലോ. വേദ ഇപ്പോൾ മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. എങ്കിൽ ശരി, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. മറ്റൊരു കാര്യമുണ്ടല്ലോ, വിശ്വേട്ടനെതിരെയുള്ള കേസ് പിൻവലിക്കാനായിട്ട് ശ്രീയേട്ടനൊരു കണ്ടീഷൻ വെച്ചില്ലേ, എന്നെ തിരിച്ചയക്കുക എന്നത്.
എന്നിട്ടും നിങ്ങൾ എന്നെ കൊണ്ടാക്കിയില്ലല്ലോ, അതപ്പോൾ ഇഷ്ടം കൊണ്ടല്ലേ എന്ന് വേദ ചോദിക്കുന്നു. ആ ഇഷ്ടം എപ്പോഴാണ് നിങ്ങൾക്കുണ്ടായി തുടങ്ങിയെന്നാണ് എൻ്റെ ചോദ്യം. വിക്രം ഇപ്പോൾ മറുപടി പറയുകയാണ്. നിന്റെ ചേട്ടൻ പറഞ്ഞതുപോലെ നിന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് എൻ്റെ ചേട്ടനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിരുന്നെങ്കിൽ നിന്റെ ചേട്ടന് മുമ്പിൽ ഞാൻ തോക്കുന്നതിന് തുല്യമായേനെ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് തൽക്കാലത്തേക്കെങ്കിലും നിന്നെ അവിടെ ഞാൻ കൊണ്ടാക്കാതിരുന്നത്. എന്തായാലും ഇപ്പോൾ ഉത്തരം തൃപ്തിയായില്ലേ? ഇനിയെങ്കിലും ഒന്ന് പൊയ് തന്നൂടെ എന്ന് വേദിയോട് ചോദിക്കുന്നു. വേദി ഇപ്പോൾ ഞാൻ പോയിക്കോളാം, അതിനു മുമ്പ് ഒരു കാര്യം കൂടി അറിയണം. കോടതിയിൽ വെച്ച് ഞാൻ കേസ് ജയിച്ച ശേഷം നിങ്ങൾ ശ്രീയേട്ടനും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. കോടതിയിൽ വെച്ച് ശ്രീയേട്ടൻ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാണ്. നിങ്ങളുമായി അന്നേരം സംസാരിക്കുമ്പോൾ ശ്രീയേട്ടൻ വല്ലാണ്ട് പേടിക്കുന്നതായിട്ടും എനിക്ക് തോന്നി. എന്നോട് പറയാത്ത മറ്റെന്തോ കാര്യം നിങ്ങൾ ഈ കേസിൽ ചെയ്തില്ലേ? അതെന്താണെന്ന് എന്നോട് പറയാനായിട്ട് വേദി ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന വിക്രം ഈ വീട്ടിലുള്ളവരും മറ്റെല്ലാവരും വിചാരിച്ചതുപോലെ തന്നെ വേദ കാരണമാണ് ഈ കേസ് ജയിച്ചത്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയുള്ള കാലം അത്രയും ഇത് കേട്ടപാട വേദ അപ്പൊ എന്നോട് പറയാത്ത മറ്റെന്തോ സത്യമുണ്ടെന്ന് സാരം. മറുപടിയായി വിക്രം, അങ്ങനെ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. മോളിപ്പോ കിടന്ന് ഉറങ്ങാൻ നോക്കുന്ന വേദയോട്, എന്തായാലും നീ ഈ മുറിയുന്ന വേഗം തന്നെ പുറത്തു പോ, എന്ന് എനിക്കിവിടെ തനിയെ കിടന്ന് ഉറങ്ങണമെന്ന് വിക്രം പറയുന്നു. ഇത് കേട്ട ശേഷം വേദ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായി ചെറുതായി വിക്രമായി ഒന്ന് വഴക്കുണ്ടാക്കിയ ശേഷമാണ് അവിടെ നിന്ന് കടന്നുപോയത്. ഈ സമയത്ത് വേദയുടെ വീട്ടിൽ ശ്രീകാന്തും വർഷയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നു. ഞാൻ നിങ്ങളെ എരിയേറ്റുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതെന്ന്. അതെന്തായാലും മനസ്സിൽ നിന്ന് വിട്ടേക്കാൻ ശ്രീകാന്ത് പറയുന്നു. നിങ്ങളുടെ അച്ഛനും കൂടി എല്ലാ കാര്യത്തിനും തുടക്കം മുതലേ സപ്പോർട്ടല്ലായിരുന്നോ? പിന്നെന്തിനാ നിങ്ങളുടെ അച്ഛനിപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് വർഷ. നിങ്ങളുടെ അച്ഛന് ശരിക്കും എന്താണ് പറ്റിയത്? കാശിയിൽ പോയി വന്നപ്പോൾ മുതൽ ആളുടെ സ്വഭാവം അപ്പാടെ മാറിപ്പോയോ എന്ന് വർഷ ചോദിക്കുന്നു. വേദ അവിടെ താമസിക്കുന്നതിൽ അച്ഛന് വിരോധമൊന്നുമില്ലെന്നല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത്? അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു. എന്നാൽ ഇത് കേൾക്കുന്ന വർഷ അങ്ങനെ തന്നെയാണ് പറഞ്ഞതിൻ്റെ സാരമെന്ന് ശ്രീകാന്തിനോടായി പറയുന്നു. വേദ അവിടെ താമസിക്കുന്നതിലൊന്നും അച്ഛന് യാതൊരുവിധ കുഴപ്പവുമില്ല. എന്നാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി യാതൊന്നും ചെയ്യേണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതുകൂടാതെ വേറൊന്നുകൂടി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? മോള് പോയ വഴിയെ മോനും കുടുംബവും ഇറങ്ങി പോകേണ്ടി വരുമെന്ന്. മറുപടി ശ്രീകാന്ത് ദേഷ്യം കൊണ്ട് മനുഷ്യരെന്തൊക്കെ പറയും, അതൊക്കെ കാര്യമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. വർഷ ഇപ്പോൾ തുടരുകയാണ്. അച്ഛൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ട്. എത്രയൊക്കെ നാണം കെടുത്തിയെന്ന് പറഞ്ഞാലും സ്വത്തിൻ്റെ വലിയൊരു ഭാഗം അച്ഛൻ വേദയുടെ പേർക്ക് എഴുതി വെക്കും. അതുറപ്പാണ്. അല്ലാതെ നിങ്ങളും എൻ്റെ അച്ഛനും കൂടി പ്ലാൻ ചെയ്യുന്നൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വർഷ പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രീകാന്ത് വർഷയോടായി പറയുന്നു, അത് നടക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ ആങ്ങളയുടെയും കൂടെ സപ്പോർട്ട് വേണം. അതിനെങ്ങനെയാ? അവൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ നടക്കുകയല്ലേ? ഇത്രയും സംസാരിച്ച ശേഷം വർഷ തനിക്ക് മറ്റൊരു കാര്യവും കൂടി ശ്രീകാന്തിനോട് ചോദിക്കാനുണ്ടെന്ന് അറിയിക്കുന്നു. അത് എന്താണെന്നാണ് ശ്രീകാന്ത് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാൻ പോകുന്നത് അച്ഛൻ പറഞ്ഞതിനെ പറ്റിയല്ലെന്നും എനിക്കറിയേണ്ടത് മറ്റൊന്നാണെന്നാണ് വർഷ പറയുന്നത്. വിക്രമിന്റെ ചേട്ടനെ കൊടുക്കാൻ ഇറങ്ങി തിരിച്ച നിങ്ങള് വിക്രമെന്ന് എന്ത് പറഞ്ഞപ്പോഴാ അതിൽ നിന്ന് പിന്മാറിയത്? മറുപടിയെ ശ്രീകാന്ത്, അതെന്താണെന്ന് അപ്പോഴും ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എന്ത് വിക്രം ഭീഷണിപ്പെടുത്തിയെന്നോ? അതേന്ന് ശ്രീകാന്ത് തലയാട്ടുന്നു. അവന് ആ ശ്രീകാര്യം ശ്രീനിവാസായിട്ടൊക്കെ നല്ല കണക്ഷൻ ഉള്ളതല്ലേ. വെറുതെ നമ്മളായിട്ട് ഒരു കുഴപ്പത്തിന് എന്തിനാ പോണ്ടേ എന്ന് കരുതിയാണ് എന്നൊക്കെയാണ് ശ്രീകാന്ത് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഇതിനുള്ള മറുപടിയെ വർഷ, ശ്രീകാര്യം ശ്രീനിവാസനും വിക്രമും തമ്മിലുള്ള ബന്ധം ഇന്നും ഇതിലും തുടങ്ങിയതല്ലോ. അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്? ഇതൊന്നുമല്ല, ഇത് കാര്യം മറ്റെന്തോ ആണെന്ന് വർഷ സംശയിക്കുന്നു. അതൊക്കെ ശരിയാണെന്നും ഞാൻ പിന്നീട് നിന്നെ മോനെ പറ്റി വിചാരിച്ചപ്പോഴാണ് വേണ്ടെന്ന് വെച്ചതെന്നാണ് ഇപ്പോൾ ശ്രീകാന്ത് പറയുന്നത്. ഇത് തന്നെയാണോ കാരണമെന്നാണ് വർഷ എടുത്തു ചോദിക്കുന്നത്. ആ വിക്രം എന്തോ ഫ്ലാറ്റിന്റെ കച്ചവടം അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നല്ലോ. അതൊന്നും പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ലെന്നാണ് ശ്രീകാന്ത് പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നത്. വർഷ ഇപ്പോൾ ഒന്നുകൂടി ശ്രീകാന്തിനോടെ ചോദിക്കുന്നു. ശ്രീയേട്ടൻ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതെന്താണെന്ന് ഏട്ടൻ തന്നെ പറയുന്നതല്ലേ നല്ലത്? തൻ്റെ കളത്തരങ്ങളെല്ലാം പുറത്താകുമോ എന്ന പേടിയിൽ ശ്രീകാന്ത് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വർഷയോട് സംസാരിച്ച ശേഷം മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സുധാകരൻ മാഷിൻ്റെ വീടിൻ്റെ ഉമർത്ത് എന്തോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ് വിശ്വം. അങ്ങോട്ടേക്ക് വരുന്ന വിനായകൻ വിശ്വത്തോടായി ചോദിക്കുന്നു, അല്ല വിശ്വേട്ടാ, ഇതിപ്പോൾ മണി 9 ജോലിക്ക് പോകുന്നില്ലേ? പെട്ടെന്ന് തന്നെ വിനായകൻ, സോറി ഞാൻ അറിയാതെ പറഞ്ഞു പോയതാട്ടോ എന്നൊക്കെ പറഞ്ഞൊപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് കേട്ടുകൊണ്ട് വരുന്ന സുധാകരൻ മാഷ്, അത് നീ അറിയാതെ ഒന്നും പറഞ്ഞതല്ല, അവനെ കുത്താൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണെന്ന് പറയുന്നു. തനിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാണെന്നും വേണമെങ്കിൽ താൻ വേറൊരു ജോലി ശരിപ്പെടുത്തി കൊടുക്കാമെന്ന് വിനായകൻ പറയുമ്പോൾ അത് വേണ്ടെന്ന് എല്ലാവരും തന്നെ പറയുന്നു. ഇത് കേട്ടുകൊണ്ട് വരുന്ന കമലയും നീ ചെയ്തിടത്തോളം മതിയെന്നാണ് പറയുന്നത്. ഇതിന് മറുപടിയായി നന്ദിനി അമ്മയോടെ ചോദിക്കുന്നു. അമ്മയും ബാക്കിയുള്ളവരുടെ വാക്ക് കേട്ടിട്ട് വിനയത്തിനെതിരായി ഓരോന്ന് പറഞ്ഞു തുടങ്ങിയോ? മറുപടിയായി കമല, ഞാനങ്ങനെ ആരുടെയും വാക്ക് കേട്ടിട്ടൊന്നുമല്ല. വിനയം ചെയ്തത് എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും മനസ്സിലായതല്ലേ, കോടതിയിലും അത് തെളിഞ്ഞതല്ലേ. ഇവിടേക്ക് വരുന്ന വിനായകൻ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് ആണയിട്ട് പറഞ്ഞതല്ലേ.
വിശ്വേട്ടൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞതല്ലേ, എന്നിട്ടും എല്ലാവരും കൂടെ വീണ്ടും എന്നെ കുറ്റപ്പെടുത്തുകയാണോ എന്ന് വിനായകൻ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന വിശ്വേട്ടൻ, ഇനി ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമില്ല, എല്ലാം എൻ്റെ വിധി. എല്ലാം കേൾക്കുന്ന സുധാകരൻ മാഷ്, ഇത്രയും നാൾ ഇവന് ജോലിക്ക് പോകാനായിരുന്നു മടി, ഇപ്പോൾ അത് ഇങ്ങനെയുമായി തീർന്നു. അങ്ങോട്ടേക്ക് വരുന്ന വേദ ഇത് കേൾക്കുന്നുണ്ട്. വേദ ഇപ്പോൾ അവരോടെ പറയുകയാണ്, ശ്രമിച്ചാൽ ഇനിയും ഒരു ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. എല്ലാം കേൾക്കുന്ന നന്ദിനി ഒന്ന് പറയുന്നുണ്ട്, പക്ഷേ ആളുടെ ബാക്ക്ഗ്രൗണ്ട് അവർ ചെക്ക് ചെയ്യില്ലേ, അപ്പോൾ ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് അവർ അറിയില്ലേ, അതാണ് ആകെയുള്ളൊരു പ്രശ്നം. നന്ദിനി തുടരുന്നു, വിശ്വേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നമുക്കറിയാം, പക്ഷേ ഒരിക്കൽ കോടതി കയറിയ ഒരാളുടെ പേരിൽ ആ ഒരു ലേബല് അങ്ങനെ തന്നെ കിടക്കില്ലേ. ഇപ്പോൾ തന്നെ വിക്രമിനെ എല്ലാവരും നോക്കിക്കാണുന്നത് രാഷ്ട്രീയക്കാരന് വേണ്ടി കൂലിത്തലിന് നടക്കുന്ന ആളായിട്ടല്ലേ. ഇത് കേട്ടിട്ട് ദേഷ്യത്തോടുകൂടി കമല നന്ദിനിയോട് അകത്തേക്ക് പോകാൻ പറയുന്നു. നീ എന്തിനാ നന്ദിനി ഇങ്ങനെ എന്ത് സംസാരിച്ചാലും അതിലെല്ലാം ഓരോ കൊനഷ്ട് കണ്ടെത്തുന്നത്? അശ്വം ഇപ്പോൾ വേദ പറഞ്ഞതിനോട് യോജിക്കുന്നു. വേദ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്താൻ നോക്ക്, ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കാതെ. ആളുകൾ എപ്പോഴും നമ്മളെക്കുറിച്ചാണ് വിചാരിക്കുന്നത് എന്ന തോന്നലാദ്യം മാറ്റ്. അവർക്ക് നിന്റെ പേരിൽ സംസാരിക്കാനായിട്ട് ഒരു കാരണം കിട്ടി, കുറച്ചു കഴിയുമ്പോൾ അവർ നിന്നെ മറക്കും, അത് അത്രേ ഉള്ളൂ എന്ന് മാഷ് പറയുന്നു. വിക്രം ഇപ്പോൾ മറ്റൊന്ന് പറയുന്നുണ്ട്. ശ്രീനിസാറിന്റെ കൂടെയുള്ള പുളിക്കര് ബസ് സ്റ്റാൻഡിൽ ഒരു ഹോട്ടൽ ആരംഭിക്കുകയാണ്. ഇത് കേൾക്കുന്ന നന്ദിനി, അയ്യേ ഹോട്ടലില് സപ്ലയർ ആയിട്ടോ? മറുപടിയായി ശ്രീജ, അതിലെന്താ ഒരു മോശം നന്ദിനി? എന്തായാലും ആളുകളെ പറ്റിച്ച് കമ്മീഷൻ മേടിച്ച് ജീവിതത്തിനെക്കാട്ടിലും ഭേദമല്ലേ എന്നാണ് ശ്രീജ ചോദിക്കുന്നത്. ഇത് കേട്ടിട്ട് അത്ര രസിക്കാതെ നന്ദിനി ശ്രീജയോടെ ചോദിക്കുന്നു, അതെന്താ എടുത്തി അങ്ങനൊരു വർത്തമാനം? വിനയേട്ടൻ ചെയ്യുന്ന ജോലിയുടെ ശമ്പളമാണ് കമ്മീഷൻ, അല്ലാതെ ആരുടെ ഔദാര്യമൊന്നുമല്ല. എന്നാൽ ഇത് കേൾക്കുന്ന വിക്രം, ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിർത്ത്, ഞാൻ മുഴുവനായിട്ടൊന്ന് പറഞ്ഞോട്ടെ. വിശ്വേട്ട, അവിടെ ക്യാഷ്യറായിട്ട് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് ഓക്കെയാണ്, സമ്മതമാണെങ്കിൽ ഞാൻ വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കുന്നു. ജി ഇപ്പോൾ വിശ്വനോടെ പറയുന്നുണ്ട്, അതൊരു നല്ല കാര്യമല്ലേ. കമലിയും അതിനോട് യോജിക്കുന്നു. കാശ് കൈകാര്യം ചെയ്യുന്ന ജോലി തന്നെ നിനക്ക് വീണ്ടും കിട്ടിയെന്നറിയുമ്പോൾ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് നാട്ടുകാരെല്ലാം തിരിച്ചറിയും. ഞാൻ ഒന്നും പറയാതെ മനസ്സ് നിൽക്കുന്ന വിശ്വം, ഇനി പണം കൈകാര്യം ചെയ്യുന്ന ഒരു ജോലിയും വേണ്ട. പണമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് പേടിയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.